ഹലോ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മൾ സൺഡേ ഈവനിങ്ങിൽ നമ്മൾ വിഴിഞ്ഞം ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കോവളം ബീച്ചൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1:30 2 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ടോപ്പ് വ്യൂയിലേക്ക് എത്തുന്ന ഒരു തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ലിഫ്റ്റിൽ പോയി, വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. ഏകദേശം 140 സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. പിന്നെ ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ കയറുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു വിൻഡോ പോലെയുണ്ട്. നമുക്കിങ്ങനെ ഫ്രഷ് എയർ അത് കൂടെ ഇങ്ങനെ കിട്ടും കേട്ടോ. ഈ ലിഫ്റ്റിൽ പോയാലും നമുക്ക് ഏകദേശം ഒരു 10 ഫീറ്റോളം കുറച്ച് സ്റ്റെപ്പുകൾ കയറേണ്ടി വരും കേട്ടോ. നമ്മളൊരു ഏണിമ കയറുന്ന പോലെ അത്രയും ഹൈറ്റിലായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കയറേണ്ടി വരും. എന്നാലാണ് നമുക്ക് ടോപ്പ് വ്യൂക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അതൊക്കെ കയറി നമ്മൾ ടോപ്പ് വ്യൂവിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമുക്കറിയില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമുക്ക് എൻ്റെ കോവളം ബീച്ച് നമുക്ക് ടോപ്പിൽ നിന്ന് കാണാം. അതുപോലെ തന്നെ ആ ബീച്ചിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ചെറിയ ചെറിയ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു സൈഡിൽ നോക്കുമ്പോൾ നിറച്ച് കോക്കനട്ട് ട്രീസ് ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുന്നതായിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ വിഴിഞ്ഞം ഹാർബർ കാണാം. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല കാറ്റാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് വ്യൂവിൽ നിൽക്കുമ്പോൾ. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല കാറ്റും എന്താ പറയുക, നല്ലൊരു വ്യൂ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കേട്ടോ. എങ്ങനെ പോയാലും നമ്മളൊരു ഹാഫ് ആൻ അവർ അതിന് മേലെ കയറി എങ്ങനെയായാലും ടൈം സ്പെൻഡ് ആവും, അത് ഉറപ്പാണ്. ആ വ്യൂവും ആ ബ്യൂട്ടിഫുൾ വ്യൂവും ഒക്കെ കണ്ടിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കണ്ടു. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൺഡേ ആയിരുന്നു, അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പോകാനും വരാനൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് ആൾക്കാർ കയറുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നേ അറ്റ് ടൈം നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ ഇറങ്ങണം. ഇറങ്ങി വരുമ്പോൾ താഴെ ഇറങ്ങുമ്പോഴല്ല, കയറുമ്പോൾ തന്നെ അതിൻ്റെ ആ ലൈറ്റ് ഹൗസിന് പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെ ഈ ലൈറ്റ് ഹൗസിൻ്റെ എൻട്രൻസിലായിട്ട് ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ കോഫി, സ്നാക്സ് അങ്ങനത്തെയൊക്കെ കിട്ടണമെങ്കിൽ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ജസ്റ്റ് ഒരു പ്ലേ ഏരിയ പോലെ ചെറിയ ഊഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലേ ഏരിയയും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ കോവളം ബീച്ചിലേക്കാണ് പോയത്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് കണ്ടവരെ പിന്നെ കോവളം ബീച്ച് കാണാതെ പോയില്ല കേട്ടോ. കാരണം അത്രയും തൊട്ടടുത്താണ് രണ്ടും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കോവളം ബീച്ചിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈമിങ്സ് അത്ര ശരിയായിട്ടില്ല. കാരണം നമ്മൾ എത്തുമ്പോൾ ഒരു 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും ഈവനിങ്സാണ് നമ്മൾ ബീച്ചുകൾക്കൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാം. പക്ഷേ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് എത്തി. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തിരക്കും ആൾക്കാരൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ കച്ചവടക്കാരുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മളവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കോവളം ബീച്ച് കാണുന്നത്. പിന്നെ എത്രയോ മുമ്പ് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ആയാലും ഈ കേട്ടിട്ടുള്ളതാണ് ഈ കോവളം ബീച്ച് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആകാംക്ഷയിലാണ് നമ്മൾ കാണാൻ പോയത്. പക്ഷേ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് സാറ്റിസ്ഫൈ ആയിട്ടില്ല ഈ കോവളം ബീച്ച് കണ്ടത്. എന്നാലും നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ വന്നത് ശംഖുമുഖത്തേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ശംഖുമുഖം ബീച്ച് എത്തിയപ്പോൾ അതിന് മുന്നിലായിട്ടൊരു ഹെലികോപ്റ്ററൊക്കെ ഉണ്ട് കുട്ടികളെ ആകർഷിക്കാനായിട്ട്. പിന്നെ നമ്മുടെ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഒരു ജലകന്യക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശില്പിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നിൽ നിന്നിട്ട് ആൾക്കാർ നിറയെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നടന്നു. ശംഖുമുഖത്തും അതിൻ്റെ ബീച്ചിലൊക്കെ കുറച്ച് നേരമായിട്ട് നടന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കോവളം ബീച്ചിൽ എത്തിയ ടൈമിങ്ങും കറക്റ്റായില്ലല്ലോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും കറക്റ്റ് അതൊരു ഈവനിങ് സമയമായപ്പോൾ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ടൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് എല്ലാവർക്കും ദാഹമൊക്കെ വന്നു. അപ്പോൾ നമ്മളുടെ കോഫി ഹൗസ് കണ്ടു. അവിടെ നല്ലൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ ബീച്ചിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ലൊരു സൺസെറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് ആ ബീച്ചിൽ നിന്ന് ശരിക്കും. അല്ല, ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ബീച്ചിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഷേക്കും മോക്ടെയിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ.
ലാസ്റ്റ് നമ്മൾ വെട്ടിക്കാട് പള്ളിക്കൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് അധികം ദൂരമില്ല, 2.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ പെരുന്നാൾ നടക്കുകയാണ്, ഒരു 10 ദിവസത്തെ പെരുന്നാളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല, ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്ക് പോയി. കാരണം വൈകുന്നേരം ആയല്ലോ, ഇനി എങ്ങോട്ടും പോകാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ നല്ലൊരു ഈവനിങ് ആയിരുന്നു അന്നത്തെ ഒരു സൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെന്നുവെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.